രോഗത്തിലായി കിടക്കുന്നവനെ നീ ചെന്ന് കാണൽ സുഹൃത്തെ സുന്നത്തായി പറയുന്നേ. നിനക്കില്ല പരിചയമെന്നു കണ്ടാൽ അവനെയും സുന്നത്തു തന്നാ ശത്രുവായാൽ തന്നെയും അമുസ്ലിമായാൽ തന്നെയും കാണേണ്ടതാ എന്നും ഹദീസിൽ വ്യക്തമായി പറയുന്നതാ. തനിഫാസിഖായ മരീദിനെ കാണണ്ട, കാണൽ കറാഹത്തുള്ളതാണത് കൊണ്ടാ. കാണൽ ഹറാമാണെന്ന് മറ്റൊരു ഖീലയിൽ ഈനാസിനാക്കരുതവനെ എന്ന നിയമമിൽ. അതുപോലെ ബിദ്അത്തിന്റെ കൂട്ടരെ ആരെയും പോകരുത് കാണാൻ സോദരാ നീ തീരെയും. നീ ആലിമാണെങ്കിൽ നിനക്ക് ഹറാമുമാ, അല്ലാത്തവർക്കാണെങ്കിലോ മക്റൂഹുമാ. അവൻ്റെ ആശയം ശരിയാണതാണേ മൂപ്പരും പോയിട്ടു കണ്ടത് എന്ന് പൊതുജനമിൽ വരും. ജുമുഅ ഒഴിക്കൽ ജായിസായൊരു രോഗമാ, സന്ദർശനത്തിന് സുന്നത്തുള്ളതുമെന്നുമാ. ഒരു ചെറിയ വേദന രസനത്തിൽ കൊണ്ടും കാണേണ്ടതില്ലേ പല്ലുവേദന കൊണ്ടും. നീ അധിക സമയം അവിടിരിക്കരുതെന്നാ, അത് സുന്നത്തായി വിധിയുള്ളതും ശരി തന്നാ. കാണേണ്ട ദിവസം വെള്ളിയായാൽ നന്നാ, മറ്റുള്ളതേക്കാൾ അഫ്ദലും അത് തന്നാ. മറദിൻ്റെ ശ്രേഷ്ഠതയും ഉണർത്തണമെന്ന ക്ഷമക്കുള്ള ഫലം പറയുന്നതും ഖദ് സുന്നാ. അവനാഗ്രഹം ഉള്ളത് കൊടുക്കൽ നന്നാ, വിപത്തൊന്നുമില്ലാതായിരിക്കണമെന്നാ. നിങ്ങൾക്കവർ പ്രാർത്ഥിക്കുവാനും പറയണേ, അവർക്കുള്ള പ്രാർത്ഥന തള്ളലില്ലെന്നോർക്കണേ. പൊറുക്കപ്പെടും ഇവനുള്ള ദോഷവുമെന്ന ത്വബറാനി റിപ്പോർട്ടുള്ളതും ശരി തന്നാ. അവർക്കുള്ള പ്രാർത്ഥനക്കുത്തരം ഉണ്ടെന്ന അംലാക്കിനുള്ളത് പോലെയാണതുമെന്ന സൈനുബ്നു അർഖം എന്നവർ പറയുന്നേ. പിടിപെട്ടു രോഗം എൻ്റെ ഇരു കണ്ണിനെ, അപ്പോൾ റസൂലുള്ളാഹി കാണാൻ വന്നു എന്നും അബൂദാവൂദിലും പറയുന്നു. അതിരാവിലെ പോകുന്നവന് വൈകും വരെ, വൈകിട്ട് പോയവർക്കൊക്കെയും വെളുക്കും വരെ. അംലാക്ക് 70,000 തേടുന്നതാ, പൊറുക്കവൻ റബ്ബേ എന്നവർ പറയുന്നതാ. ഒരു മുസ്ലിമായവൻ രോഗമായി കിടക്കുന്നത് കാണാൻ ഒരാൾ പോകുന്നു വീട്ടിൽ നിന്ന്.